ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ചാവക്കാടൻ വ്ലോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് തമിഴ്നാട്ടിലെ കൊത്താഗിരിയിലേക്കുള്ള യാത്രയ്ക്കിടയിലാണ്. വെണ്ണിക്കുളത്ത് നിന്നും റൂഫ് ടൈലുമായി നമ്മുടെ മാലിക് എന്ന വാഹനത്തിൽ സാരഥി ബഷീറിക്കായുമായി കൊത്താഗിരിയിലേക്ക് പോവുകയാണ്. പാലക്കാടും കോയമ്പത്തൂരും ചാവടിയുമൊക്കെ കടന്ന് മേട്ടുപ്പാളയത്തെത്തി. മേട്ടുപ്പാളയത്ത് നിന്നാണ് ഏകദേശം 50ഓളം ഹെയർപിൻ വളവുകളുള്ള 40ഓളം കിലോമീറ്ററുകൾ ദൂരത്ത് സ്ഥിതി ചെയ്യുന്ന കൊത്താഗിരിയിലേക്ക് എത്തേണ്ടത്. കൊത്താഗിരി സ്ഥിതി ചെയ്യുന്നത് ഊട്ടിക്കും കൂനൂരിനും മേട്ടുപ്പാളയത്തിനും നടുവിലായാണ്. മനോഹരമായ ഹൈ റേഞ്ചിലൂടെയുള്ള ഈ യാത്ര അതിദുർഘടവും സാഹസികവുമാണ്, പ്രത്യേകിച്ച് ഫുൾ ലോഡുമായി. ബഷീറിക്ക് അതീവ ജാഗ്രതയോടുകൂടിയാണ് വാഹനം ഓടിക്കുന്നത്. നമ്മളെ ഓവർടേക്ക് ചെയ്യുന്ന വാഹനങ്ങളും ചുരമിറങ്ങി വരുന്ന വാഹനങ്ങളെയും ശ്രദ്ധിച്ചില്ല എങ്കിൽ അഗാധമായ ഗർത്തത്തിലേക്ക് വീണുപോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരുപാട് അപകടങ്ങൾ പതിയിരിക്കുന്ന ഒരു അപകട വളവ് കൂടിയാണ് കൊത്താഗിരിയിലേക്കുള്ള ഈ 50ഓളം ഹെയർപിൻ വളവുകൾ. മനോഹരമാണ് കൊത്താഗിരി. ഊട്ടി പോലെ തന്നെ മഞ്ഞുവീഴ്ചയും കോടയും തണുപ്പും കൊണ്ട് സമ്പന്നമാണ് കൊത്താഗിരി. ഊട്ടിയിൽ വരുന്നവർ, വിനോദസഞ്ചാരികൾ കൊത്താഗിരിയിലേക്കും എത്തും. ഒരുപാട് വെള്ളച്ചാട്ടങ്ങളും തേയിലത്തോട്ടങ്ങളും മലഞ്ചെരുവുകളും വ്യൂ പോയിന്റുകൾ കൊണ്ടും മനോഹരമാണ് പ്രകൃതി രമണീയമായ കൊത്താഗിരി. ഈ വഴിയിലുടനീളം നമുക്ക് കാട്ടുമൃഗങ്ങളെ കാണാനുള്ള സാധ്യതയുണ്ട്. കൂടുതലും വാനരന്മാരാണ്. റോഡ് സൈഡിലൊക്കെ ഇഷ്ടംപോലെ വാനരന്മാരുണ്ട്. അതുപോലെ തന്നെ കാട്ടാനകളും മാനുകളും ഒക്കെ ഈ കാടുകളിൽ സുലഭമാണ്. നമുക്ക് കൊത്താഗിരി എത്തി റൂഫ് ടൈൽ അവിടെ ഇറക്കി അടുത്ത ലോഡ് എടുത്ത് വേണം നമുക്ക് തിരിച്ച് നാട്ടിലേക്ക് മടങ്ങാൻ. അതിനിടയിൽ മനോഹരമായ ഈ ദൃശ്യങ്ങൾ പകർത്തുകയാണ് ഞാൻ. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ ഉണ്ടാവണം. ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യണം. അതുപോലെ തന്നെ ചാവക്കാടൻ വ്ലോഗ്സ് എന്ന നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയ പുതിയ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തിക്കുവാനും ഒരുപാട് യാത്രകൾ ചെയ്യുവാനും നമുക്ക് നിങ്ങളുടെ സബ്സ്ക്രൈബും അതുപോലെ തന്നെ പിന്തുണയും ആവശ്യമുണ്ട്. തീർച്ചയായും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം. ഈ റോഡിൽ സായുധ സേനകളുണ്ടായിരുന്നു. അതുപോലെ തന്നെ പോലീസിൻ്റെ ബാരിക്കേഡുകളൊക്കെ ഉണ്ടായിരുന്നു. ഇന്നത്തെ ദിവസം നമ്മുടെ പ്രസിഡന്റ് ഊട്ടിയിലേക്ക് പോകുവാനായി ഈ വഴിയിലൂടെയാണ് എത്തുന്നത്. അതുകൊണ്ട് തന്നെ അതിരാവിലെ തന്നെ ഞങ്ങൾ മാട്ടുപ്പെട്ടിയിൽ നിന്ന് യാത്ര തുടങ്ങി. മേട്ടുപ്പാളയത്ത് നിന്ന് യാത്ര തുടങ്ങി. നമുക്ക് കൊത്താഗിരിയിലേക്ക് എത്തേണ്ടതായിട്ടുണ്ട്. വഴിനീളെ പോലീസും ചെക്കിങ്ങും ഒക്കെ ആയിരുന്നു. അറിയാമല്ലോ, പ്രസിഡന്റ് വരുന്നതുമായി ബന്ധപ്പെട്ടുള്ള ബന്ദോബസ്തായിരുന്നു. അങ്ങോട്ട് പോകുന്ന വഴിക്ക് നമുക്ക് പോലീസുകാരെ കാണാം, അതുപോലെ തന്നെ ചെക്കിങ്ങുകളും കാണാം. ഒരുപാട് നേരം വെളുത്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഏകദേശം ഒരു 10 മണിയൊക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മളെ കൊത്താഗിരിയിലേക്ക് കടത്തിവിടില്ല. മുകൾ വശം ബന്ദോബസ്താക്കും. അവിടുന്ന് താഴേക്കും വാഹനങ്ങളെ കടത്തിവിടില്ല, ഇവിടുന്ന് മുകളിലേക്കും വാഹനങ്ങളെ കടത്തിവിടില്ല. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 1950 മീറ്റർ, അതായത് 6400 അടി ഉയരത്തിലാണ് കൊത്താഗിരി സ്ഥിതി ചെയ്യുന്നത്. നീലഗിരി ഡിസ്ട്രിക്റ്റിലാണ് കൊത്താഗിരി പഞ്ചായത്ത് നിലകൊള്ളുന്നത്. ഇവിടുത്തെ ജനസംഖ്യ
28,207 ആണ്. ഇവിടുത്തെ വെഹിക്കിൾ രജിസ്ട്രേഷൻ വരുന്നത് TN 43. ഇവിടുത്തെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് പ്ലേസുകളാണ് കോടനാട് വ്യൂ പോയിന്റ്, അതുപോലെ കാതറിൻ വെള്ളച്ചാട്ടം, പിന്നെയുള്ളത് നെഹ്റു പാർക്കും. ഊട്ടിയുമായി ബന്ധിപ്പിക്കുന്ന റെയിൽവേ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് ഈ മലനിരകളുടെ തുടക്കം എന്നറിയപ്പെടുന്ന മേട്ടുപ്പാളയത്താണ്. റെയിൽവേ യുനെസ്കോയുടെ ലോക പൈതൃക സ്ഥലത്തിൽ ഉൾപ്പെടുന്ന പ്രദേശം കൂടിയാണ് മേട്ടുപ്പാളയം. ഇവിടുന്ന് പുറപ്പെടുന്ന നീലഗിരി എക്സ്പ്രസ് സംസ്ഥാന തലസ്ഥാനമായ ചെന്നൈയിലേക്ക് കോയമ്പത്തൂർ വഴി പുറപ്പെടുന്നുണ്ട്. റോഡ് മാർഗവും റെയിൽവേ മാർഗവും ഊട്ടിയിലേക്ക് മേട്ടുപ്പാളയം വഴി എത്താവുന്നതാണ്. തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന ഊട്ടി അഥവാ ഉദകമണ്ഡലം പ്രധാന ടൂറിസ്റ്റ് പ്ലേസാണ്. നീലഗിരി ജില്ലയിലെ മറ്റൊരു പട്ടണമാണ് ഊട്ടി. ക്വീൻ ഓഫ് ഹിൽ സ്റ്റേഷൻ എന്നാണ് ഊട്ടി അറിയപ്പെടുന്നത്. ഊട്ടിയിലെ മനോഹരമായ ലേക്കും ബോട്ട് യാത്രയും അതുപോലെ ട്രെയിനിലൂടെയുള്ള യാത്രയും മനോഹരമാണ്. തേയിലത്തോട്ടങ്ങളും തേയില ഫാക്ടറിയും ഊട്ടിയിൽ നമുക്ക് കാണാൻ സാധിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇഷ്ടമായില്ലെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോയുമായി നിങ്ങളുടെ അടുക്കലേക്ക് എത്തുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓക്കേ.